വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 2025 PSC നടത്താനിരിക്കുന്ന ഇൻ്റർവ്യൂസ് ഏതൊക്കെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മന്ത് വൈസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കാലണ്ടേഴ്സും പിന്നെ അതിൽ ഏതെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂ കാലണ്ടേഴ്സ് PSC റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൻ്റെ ലീഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കുന്നില്ല. ഓരോ ദിവസവും ഏതൊക്കെ ഇൻ്റർവ്യൂസ് ആണ് ആസ് ഓഫ് നൗ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം പൊതുവേ 2 സ്ലോട്ട് ആയിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷമുള്ള 2 സ്ലോട്ടുകളിലായിട്ടായിരിക്കും ഇൻ്റർവ്യൂസ് നടക്കുക. നിങ്ങൾക്ക് ഏത് ദിവസമാണ്, ഏത് ടൈമിലാണ്, ഏത് സ്ലോട്ടിലാണ് വരുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അറ്റ് ദ മാക്സിമം പോയാലൊരു 7 ദിവസം മുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെയാണ് ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള KPSCയുടെ ഹെഡ് ഓഫീസിൽ കുറച്ച് ഇൻ്റർവ്യൂസ്, ഇതിപ്പം ഓരോരുത്തരുള്ള ഓഫീസുകളിൽ ഏതൊക്കെ ഇൻ്റർവ്യൂസ് എന്ന രീതിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഹെഡ് ഓഫീസിലുള്ളതാണ്. സെപ്റ്റംബർ 10 നമുക്ക് ഉള്ളത് UP സ്കൂൾ ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂസ് ആണ് വരുന്നത്. അത് മലയാളം മീഡിയമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അതിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂസ് ആണ് 10 രാവിലത്തെ സ്ലോട്ടിൽ നടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കുള്ളതും എടുക്കുന്നുണ്ട്. സെയിം തന്നെയാണ് നെക്സ്റ്റ് ഉച്ചയ്ക്ക് ശേഷവും വരുന്നത്. ഓക്കെ, അപ്പോൾ 10 UP സ്കൂൾ ടീച്ചറിൻ്റെയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി 11 എടുത്താൽ നമുക്ക് സെയിം തന്നെയാണ്, UP സ്കൂൾ ടീച്ചറിൻ്റെ തന്നെയാണ് മലയാളം മീഡിയം പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് ഇതുള്ളത് തന്നെയാണ് 2 ഷിഫ്റ്റിലും നമുക്ക് വരുന്നത്. ഇനി 11 കഴിഞ്ഞാൽ നമുക്കിനി 12 ഉള്ളത് നോക്കാം. 12 വന്നിട്ട് എഗെയിൻ UP സ്കൂൾ ടീച്ചർ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 10, 11, 12 UP സ്കൂൾ ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂസ് ആണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഓരോ സ്ലോട്ടിലും എത്ര കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ പാരലായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്കത്ര കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഒരു ഷെഡ്യൂളിൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 17 ഓക്കെ, അപ്പോൾ 17 വരുന്നത് നമുക്കൊരു 5 ഡിഫറെൻ്റ് പോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ വെറ്റിനറി സർജൻ ഗ്രേഡ് 2 അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രോട്ട്സ്മെൻ സിവിലിലെ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ അനലിസ്റ്റ് ഗ്രേഡ് 3 അവരുടെയും ഇൻ്റർവ്യൂസ് ഉണ്ട്. പിന്നെ കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറർ ഫിസിക്സിൻ്റെ ലെക്ചററിൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഓക്കെ, ഇത് മോർണിംഗ് ഷിഫ്റ്റാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. സെയിം പോസ്റ്റുകൾക്ക് വേണ്ടി തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷവും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചില പൊസിഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോർഡ്സിൻ്റെ എണ്ണം, അതായത് 10x3 3 ബോർഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 10 കുട്ടികളെ വെച്ചിട്ട് 3 ബോർഡ്സ് ആയിരിക്കും ഇവർ ചെയ്യുന്നത്. അതായത് ഈ 10 എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റുഡൻസ് ആണ്, 3 ബോർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരേ സമയം 3 ബോർഡുകാർ ഇവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒരു പാനലല്ല, 3 പാനൽസ് ഉണ്ടാവും. 10 കുട്ടികളെ വെച്ചിട്ട് ഓരോ പാനൽ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ 30 കുട്ടികളെ ഏകദേശം അവർ കവർ ചെയ്യും. അപ്പോൾ 17 ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കായിട്ട് ഈ 5 പോസ്റ്റുകളിലത്തേക്കാണ് ഇൻ്റർവ്യൂസ് നടത്തുന്നത്. എഗെയിൻ 18th വരുമ്പോഴും നമുക്ക് സെയിം നേരത്തെ പറഞ്ഞ ഈ 5 പോസ്റ്റുകളിൽ തന്നെയാണ് എഗെയിൻ വരുന്നത്. ഓക്കെ, 18th ആഫ്റ്റർനൂണും നിങ്ങൾക്ക് കാണാം സെയിം തന്നെയാണ്. പിന്നെ 19th വരുമ്പോഴും, അപ്പോൾ നമുക്ക് ഏത് ദിവസം തൊട്ടാണ് ഈ 5 പോസ്റ്റിൻ്റെ തുടങ്ങുന്നത്? 17 തൊട്ടാണ് അല്ലേ? അതെ, 17 തൊട്ട് 17, 18 പിന്നെ അതുപോലെ തന്നെ നമുക്ക് 19 സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, 19 ഓക്കെ, 19 ജൂനിയർ ഇൻസ്പെക്ടർ ഉണ്ട്, വെറ്റിനറി സർജൻ ഉണ്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രോട്ട്സ്മെൻ സിവിൽ ഉണ്ട്, പിന്നെ അനലിസ്റ്റ് ഗ്രേഡ് 3 ഉണ്ട്, പിന്നെ ലെക്ചറർ ഇൻ നേരത്തെ നമുക്ക് ഫിസിക്സ് ആയിരുന്നു. ഇത് തൊട്ട് മുന്നേ 18 വരെ ഫിസിക്സ് ആയിരുന്നു. നമുക്ക് 19 ആയപ്പോൾ ഫിസിക്സ് മാറി ജോഗ്രഫിയുടേതായിട്ടുണ്ട്. ഓക്കെ, ലെക്ചറർ ഇൻ ജോഗ്രഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെ ദിവസം വരുന്നു എന്നുള്ളത് നോക്കാം. 19 ജോഗ്രഫി വരുന്നുണ്ട്. പിന്നെ 10:45 എന്നൊരു സ്ലോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇത് ലെക്ചറർ ഇൻ ജോഗ്രഫി തന്നെയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, പക്ഷേ ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ 19 എഗെയിൻ നമുക്ക് അടുത്ത സ്ലോട്ടിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ലോട്ടിലും ജൂനിയർ ഇൻസ്പെക്ടർ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, വെറ്റിനറി സർജൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അനലിസ്റ്റ് ഗ്രേഡ് 3. ഓക്കെ, 19 അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് 24 ആണ്. 24 വരുന്നത് ലെക്ചറർ
ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് ആണ് കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. ഇതും ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. 15 കുട്ടികളെയാണ് അവിടെ രാവിലത്തെ സ്ലോട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ അടുത്തത് സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസർ ഇൻ ഏത് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ICDSൽ ഇന്റർവ്യൂ ആണ്. പിന്നെ ഒരെണ്ണമുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് മാത്സിലുള്ള 9th NCAST, 9th NCASC, പിന്നെ 6th NCAST, 4th NCASC. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സിൻ്റെ 4 ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്, കാറ്റഗറി നമ്പേഴ്സ് ആണ്, 4 ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരുമിച്ചായിരിക്കും ഇവിടെ നടക്കും. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നമ്പറും കൂടെ കറക്റ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേക്കാം. ആകെ 5 പേരേ ഉള്ളൂ. ആ 5 പേരെയും ഈ ഒരു പാനലായിരിക്കും ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഈ പോസ്റ്റുകളിലേക്ക് വേറെ ആരും അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെയുള്ളത് രാവിലത്തെ സ്ലോട്ടിൽ 24-ാം തീയതി ലെക്ചറർ ഉണ്ട് ഇൻ ലൈഫ് സയൻസസ് ആണ് കേട്ടോ. അതും ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ രാവിലെ ഉള്ളത് ജൂനിയർ ഇൻസ്പെക്ടറും വെറ്റിനറി സർജനും, ബാക്കിയുള്ളത് എഗെയിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആ ഇന്റർവ്യൂസ്. പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ വന്നിട്ട് നമുക്ക് നോക്കിയാൽ ഏതൊക്കെയുണ്ട്. നേരത്തെ ലെക്ചർ ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് ഉണ്ട് ബൈ ട്രാൻസ്ഫറിന്. പിന്നെ ആ സൂപ്പർവൈസറിന്റെ പറഞ്ഞതുണ്ട്. ലെക്ചർ ഇൻ ലൈഫ് സയൻസസ് ഉണ്ട് എഗെയിൻ ബൈ ട്രാൻസ്ഫർ. പിന്നെ ലെക്ചർ ഇൻ ലൈഫ് സയൻസസ് ഇൻ കേരള എഡ്യൂക്കേഷൻ, ഇത് ബൈ ട്രാൻസ്ഫർ അല്ലാത്തതാണ് കേട്ടോ, അത് എടുക്കുന്നുണ്ട്. പിന്നെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും വെറ്റിനറി സർജനും. ഇത് 24 സെപ്റ്റംബർ 24-നാണ്. അടുത്ത 25-ാം തീയതി നോക്കിക്കഴിഞ്ഞാൽ വി കെൻ സി ലെക്ചറർ ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ ഡെവലപ്മെന്റ് ആണ്. ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. നമ്പർ നോക്കുക. പിന്നെ സൂപ്പർവൈസറിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് സെപ്റ്റംബർ 25-ന്റെ കാര്യമാണ് കേട്ടോ. മോർണിംഗ് സെഷനിൽ അഗെയിൻ ലെക്ചർ ഇൻ ലൈഫ് സയൻസസ് ഇൻ കേരള മറ്റേ ബൈ ട്രാൻസ്ഫർ അല്ലാത്തതുണ്ട്. പിന്നെ വെറ്റിനറി സർജനുണ്ട്. പിന്നെ സെപ്റ്റംബർ 25-ന് തന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് നോക്കാം. 12 മണിക്ക് ശേഷമുള്ള സെഷനാണ്. അതിൽ ലെക്ചറർ അഗെയിൻ മെറ്റീരിയൽ ഡെവലപ്മെന്റ്, ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ ഡെവലപ്മെന്റിലെ ലെക്ചറർ ബൈ ട്രാൻസ്ഫറിന്റെ ആണ്. പിന്നെ സൂപ്പർവൈസറും അഗെയിൻ ഉണ്ട് ബാക്കി. പിന്നെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെ രണ്ട് തവണ കൊടുത്തിട്ടുണ്ട് ഇൻ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്. രണ്ടും സെയിം കാറ്റഗറി നമ്പറിൽ തന്നെ ഒരു 2 ഡിഫറെന്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പാനൽസ് ചേർന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവർ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ടാവും. പിന്നെ ലെക്ചറർ ഇൻ ലൈഫ് സയൻസസ് ഇൻ കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ വെറ്റിനറി സർജനും ഉണ്ടാവും. പിന്നെ വരുന്നത് സെപ്റ്റംബർ 26-നാണ്. സെപ്റ്റംബർ 26-ന് ബാക്കി സൂപ്പർവൈസറിൻ്റെതുണ്ട്, വെറ്റിനറി സർജൻ, ലെക്ചർ ഇൻ ലൈഫ് സയൻസസ് ഇൻ കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ദെൻ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതോടെ രാവിലത്തെ കഴിഞ്ഞു. ഇനി 26-ാം തീയതി സെപ്റ്റംബർ 26-നുള്ളതിൽ നൂൺ സെഷനിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ 4th NCAST ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിന്റെ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 10 പേരെയാണ് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ്സ്, ബാക്കി നമുക്ക് ഇല്ല, അതോടെ കഴിഞ്ഞു. ഈ ഒരൊറ്റ സ്ലോട്ടിൽ ഇവരുടെ ഇന്റർവ്യൂസ് കംപ്ലീറ്റ് ആണ്. പിന്നെ സൂപ്പർവൈസറിൻ്റെതുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഇവര് നമ്പർ കാണിക്കുന്നുണ്ട്. ബാക്കി 179 കുട്ടികൾ ഇനിയും അവർക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. പിന്നെയുള്ളത് വെറ്റിനറി സർജൻ കൊടുക്കുന്നുണ്ട്. വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ഇൻ ആനിമൽ ഹസ്ബൻഡറി. ഇങ്ങനെ ഇത്രയും ബോർഡ് എത്തി. ഇവിടെ എഗെയിൻ 398 ഇനിയും ഉണ്ട്. പിന്നെ ലെക്ചറർ ഇൻ ലൈഫ് സയൻസസ് ഇൻ കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ തീർന്നു. ഓക്കെ അല്ല, ഇത് ബൈ ട്രാൻസ്ഫർ അല്ലാത്ത സാധാ റിക്രൂട്ട്മെന്റിലുള്ളത് ഈ സെപ്റ്റംബർ 26 ആകുമ്പോഴത്തേക്കും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിനകത്തൊക്കെ അത് കണക്കാക്കി നിങ്ങൾക്കുള്ള ഇന്റർവ്യൂവിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കോൾ ലെറ്റർ അതിനകത്ത് പ്രൊഫൈലിനകത്ത് വരുന്നുണ്ടാവും. പിന്നെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എഗെയിൻ ഇതോടെ തീരും. സെപ്റ്റംബർ 26 ഇവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ തീർന്നിട്ടുണ്ട്. ബാലൻസ് നില്ലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് അതായത് റീജിയണൽ ഓഫീസിൽ വരുന്നതാണ്. കേരള PSCയുടെ റീജിയണൽ ഓഫീസ് കൊല്ലത്ത് വന്നിട്ട് 10-ാം തീയതി UP സ്കൂൾ ടീച്ചറിന്റെ മലയാളം മീഡിയത്തിന്റെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 11-ാം തീയതിയും UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം നടക്കുന്നുണ്ട്. ദെൻ 12-ാം തീയതിയും സെയിം UP സ്കൂൾ ടീച്ചറിന്റെ ആണ്. 10, 11, 12 ദിവസങ്ങളിലായിട്ട് കൊല്ലത്തെ ഓഫീസിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതേതായിരുന്നു കേരള PSC റീജിയണൽ ഓഫീസ് കൊല്ലം. ഇനി ഇതിന്റെ തന്നെ ഡിസ്ട്രിക്ട് ഓഫീസുണ്ട് കൊല്ലത്ത്. അവിടെ വെച്ചിട്ട് 10, 11, 12 ദിവസങ്ങളിലായിട്ട് UP സ്കൂൾ ടീച്ചർ മലയാളം
കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ ഒരെണ്ണം നമ്മൾ ട്രിവാൻഡ്രത്തെ മെയിൻ ഓഫീസിലുണ്ടായിരുന്നു. അത് പോയിട്ടുള്ള ബാക്കിയൊക്കെയാണ് ഈ ഡിസ്ട്രിക്ട് ഓഫീസും റീജിയണൽ ഓഫീസിലായിട്ട് നടത്തുന്നത്. ഓക്കെ, അപ്പം ഈ 12-ാം തീയതിയോട് കൂടി നമുക്ക് ഇവിടെ കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാലൻസ് നിൽ സ്റ്റുഡൻസിന്റെ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ നില്ലായിട്ട് കാണിക്കുന്നുണ്ട്. 17-ാം തീയതി ഇവിടെ വെച്ചിട്ട് ഓർക്കുക, ഇത് ഡിസ്ട്രിക്ട് ഓഫീസാണ് കേട്ടോ. ഡിസ്ട്രിക്ട് ഓഫീസിൽ 17-ാം തീയതി വി ഹാവ് പാർട്ട് ടൈം ആയിട്ടുള്ള ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതത്തിലുള്ള. ഓക്കെ, അതും കൊല്ലം ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സാൻസ്ക്രിറ്റിന്റെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ, അതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് 17 സെപ്റ്റംബർ 17-നാണ്. ദെൻ 18-നും ഇത് തന്നെയാണ്, പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉണ്ട് സാൻസ്ക്രിറ്റിന്റെ. ദെൻ ഹിന്ദിയുടേത് ആഫ്റ്റർനൂൺ 11 AM എന്നൊരു, ആഫ്റ്റർനൂൺ അല്ല മോർണിംഗിൽ തന്നെ 11 AM ഒരു സ്ലോട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിക്ക് വേണ്ടിയുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് കേട്ടോ. പാർട്ട് ടൈമിന്റെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്, അത് 18-ാം തീയതി നടക്കുന്നുണ്ട്. പിന്നെ ഈ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെ ഹിന്ദി തന്നെ നെക്സ്റ്റ് 19-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പം ബാലൻസ് ഇവിടെ എത്തിയപ്പോൾ 49 കാൻഡിഡേറ്റ്സ് ഇനിയും വരുന്നുണ്ട്. അത് പിന്നീടായിരിക്കും, മേ ബി നെക്സ്റ്റ് മന്തിലത്തേക്ക് ആയിരിക്കും ഇവർ അലോട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് കേരള PSC ഡിസ്ട്രിക്ട് ഓഫീസ് പത്തനംതിട്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം ഉള്ളത്? ലെറ്റ്സ് ചെക്ക്. ഓക്കെ, ഇത്രയും തന്നെയുള്ള 10, 11, 12 3 ദിവസമായിട്ട് UP സ്കൂൾ ടീച്ചറിന്റെ ആണ്, മലയാളം മീഡിയം ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കുള്ളതാണ് പത്തനംതിട്ടയിലായിട്ട് ഇവർ നടത്തുന്നത്. ഇത് ഡിസ്ട്രിക്ട് ഓഫീസാണ് കേട്ടോ. പിന്നെ ആലപ്പുഴയിലുള്ള ഡിസ്ട്രിക്ട് ഓഫീസിൽ നമുക്ക് ഏതൊക്കെയാ ഉള്ളത്? എഗെയിൻ സെയിം ഡേറ്റ്സ് ആണ്, 10, 11, 12. UP സ്കൂൾ ടീച്ചറാണ്, മലയാളം മീഡിയം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് ഉള്ളതാണ്. ഇതെല്ലാ ദിവസങ്ങളും വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ എത്തുമ്പോൾ നോക്കി നില്ലായിട്ടുണ്ട്. അപ്പോൾ 12-ാം തീയതി സെപ്റ്റംബർ 12-ഓടെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് വേണ്ടിയിട്ടുള്ളതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. എഗെയിൻ കോട്ടയത്തോട്ട് വരുവാണെങ്കിൽ കോട്ടയത്ത് 10ഉം 11ഉം ഈ ഒരു ഇത് തന്നെയാണ്, UP സ്കൂൾ ടീച്ചർ. പക്ഷെ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനുള്ളതാണ് കേട്ടോ. കോട്ടയം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. 10ഉം 11ഉം ഐ തിങ്ക് 12ഉം നമുക്ക് അത് തന്നെ വരും. അതെ, 12-ാം തീയതിയും സെയിം തന്നെയാണ്, മലയാളം മീഡിയം UP സ്കൂൾ ടീച്ചർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെത്തേക്ക്. ബട്ട് 17-ാം തീയതി നമുക്ക് ഇനിയും കുറച്ച് ഇന്റർവ്യൂസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, 17-ാം തീയതി രാവിലെ 9:30-ക്കുള്ള സ്ലോട്ടിലാണ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കിനുള്ള നടക്കുന്ന. LPS ആണ്, 8th NCSE നടത്തുന്നത്. ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനകത്തേക്കുള്ളത് തന്നെയാണ്. 9:45-നും ഉണ്ട് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് LPS 8th NCSE. ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെത്തേക്ക്. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10 മണിക്കുള്ള സ്ലോട്ടിൽ LP സ്കൂൾ ടീച്ചറാണ്, മലയാളം മീഡിയം, കോട്ടയത്തേക്കാണ്. ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിന്റെ ഇതാണ്, ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 10:15-നുള്ളതിൽ LP സ്കൂൾ ടീച്ചർ തന്നെയാണ്, എഗെയിൻ മലയാളം മീഡിയം. ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെത്തേക്കാണ്, എഗെയിൻ ബൈ ട്രാൻസ്ഫർ ആണ്. ബാക്കി ബൈ ട്രാൻസ്ഫർ ഏതെന്നുള്ളത് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 17-ാം തീയതി വന്നിട്ട് 11 o'clock-നുള്ള സ്ലോട്ടിൽ LP സ്കൂൾ ടീച്ചർ ഉണ്ട്, മലയാളം മീഡിയം. LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, ഫസ്റ്റ് NCA ഹിന്ദു നാടാറിന്റെ ഇതാണ്, 663/24. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഈ പേരുകൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് കാറ്റഗറി നമ്പറും കൂടെ ഇപ്പുറത്ത് നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് ഉള്ള ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അടുത്ത 12th ഉച്ചയ്ക്ക് ശേഷം UP സ്കൂൾ ടീച്ചർ അഗെയിൻ മലയാളം മീഡിയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കാണ്, അതും കഴിയും. ദെൻ 18-ാം തീയതി നമുക്ക് ഇവിടെ വെച്ചിട്ട് വി ഹാവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ട്, മലയാളം മീഡിയത്തിലേക്കുള്ള, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, 78/24. പിന്നെ സെയിം തന്നെ ഇവിടെ താഴെ ഒന്നും കൂടെ ഉണ്ട്, ഇതും കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്കുള്ളതാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ. ഇത് തന്നെ എഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 19-ാം തീയതിയും സെപ്റ്റംബർ 18-നും 19-നും ഇത് തന്നെയാണ് നടക്കുന്നത്. മലയാളം മീഡിയം ഹൈസ്കൂളാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ. അപ്പോൾ ഇവിടെ ഈ 2 ദിവസം കൊണ്ട് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്റർവ്യൂസ്. നെക്സ്റ്റ് ഇടുക്കിയിൽ വന്നിട്ട് കേരള PSC ഡിസ്ട്രിക്ട് ഓഫീസാണ്. ഡിസ്ട്രിക്ട് ഓഫീസിൽ 17-ന് നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ ഉണ്ട്, വിശ്വകർമ്മ 1 NCA വിശ്വകർമ്മ ഇടുക്കി ഡിസ്ട്രിക്ട് ഉള്ളതാണ്. പിന്നെ LP സ്കൂൾ ടീച്ചർ അഗെയിൻ സെയിം ഇത് തന്നെ, അഗെയിൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കുള്ള 2 NCA. ഓക്കെ,
പിന്നെ ഇതിൻ്റെ തന്നെ ഈഴവ തീയ ബില്ലവ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഓരോ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇത് തമിഴ് മീഡിയത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ്. പിന്നെ വരുന്ന ലാബ് ടെക്നീഷ്യന് വേണ്ടിയിട്ട് ഗ്രേഡ് 2 ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇന്റർവ്യൂസും 17-ാം തീയതി നടത്തുന്നുണ്ട്. ഓക്കെ, 17-ാം തീയതി രാവിലെ ഒക്കെ ഉള്ള സ്ലോട്ട് തന്നെയാണ്, വേറെ ഉച്ചയ്ക്ക് ശേഷമൊന്നും ഇല്ല. പിന്നെ വരുന്നത് 18-ാം തീയതിയാണ്. 18-ന് കൂടെ ഉള്ളൂ. 18-ാം തീയതി രാവിലെ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. പക്ഷെ ഇവിടെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് ഹിന്ദിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെത്തിക്കുള്ളതാണ് ഫുള്ള് ചെയ്യുന്നത്. 16 മൊത്തം 32 പേര് അല്ലേ? 16, 20, 26, 32. അതെ, 32 പേര് 2 സ്ലോട്ടിലായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ 17ഉം 18ഉം. ഓക്കെ. പിന്നെ വരുന്നത് എറണാകുളം റീജിയണൽ ഓഫീസിൽ വന്നിട്ട് 10ഉം 11ഉം 12ഉം ആണ്. എല്ലാം UP സ്കൂൾ ടീച്ചേഴ്സ് ആണ് വരുന്നത്. മലയാളം മീഡിയം, എല്ലാം മലയാളം മീഡിയമാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പം ഇത് ഇത്രയും 10, 11, 12 ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച് നടത്തുന്നത്. ഡിസ്ട്രിക്ട് ഓഫീസ്, ഇത് റീജിയണൽ ആയിരുന്നു. ഡിസ്ട്രിക്ട് ഓഫീസിൽ വെച്ചിട്ട് 10ഉം 11ഉം 12ഉം ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ UP സ്കൂൾ ടീച്ചർ തന്നെ ഇപ്പത്തെ കഴിഞ്ഞത് തന്നെ മലയാളം മീഡിയം പാലക്കാട് ഡിസ്ട്രിക്റ്റിലെത്തിക്കുള്ള സെയിം അതിൻ്റെതാണ് ഈ 3 ദിവസം ഡിസ്ട്രിക്ട് ഓഫീസിൽ നടത്തുന്നത്. പിന്നെ 17-ാം തീയതി വരുമ്പോൾ വി ഹാവ് അതർ ഇന്റർവ്യൂസ്. 17-ാം തീയതി നമുക്ക് 2 ഇന്റർവ്യൂസ് ആണുള്ളത്. സർജന്റിന്റെ പാർട്ട് 1 ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, അത് എറണാകുളം ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ളതാണ്. അത് തന്നെ അത്യാവശ്യം കുട്ടികളുണ്ട്. അതാണ് ആ ദിവസം കവർ ചെയ്യുന്നത്. 17ഉം 17 വെച്ചിട്ട് ഇവർ കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ദിവസത്തോടെ തന്നെ സർജന്റിന്റെ ഇന്റർവ്യൂസ് കവർ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് 18-ാം തീയതി സെപ്റ്റംബർ 18-ന് വി ഹാവ് ഇങ്ങനെ സ്ലോട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. 9:30, 9:45, ഒരു 15 മിനിറ്റ് ഗ്യാപ്പ്. കാരണം അത്രയും കുട്ടികൾ കുറവാണ്. യു ക്യാൻ സീ ഹിയർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 1, 3, 2 അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 15 മിനിറ്റ് സ്ലോട്ട്സിൽ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അറബിക്കിന്റെ ആണ് വരുന്നത്. കാരണം പാനല് സ്വാഭാവികമായിട്ടും അറബിക്കിന്റെ ഇരിക്കുകയാണെങ്കിൽ അവർ അറബിക് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ. ആദ്യം അറബിക്കിന്റെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്. ഇത് 4th NCA-ST വരുന്നത്, എറണാകുളം ഡിസ്ട്രിക്റ്റിലെത്തിക്കുള്ളത്. രണ്ടാമത്തത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്, LP സ്കൂള് 1 NCA SIUCN ആണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലെത്തേക്ക്. അഗെയിൻ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS 3rd NCA-ST എറണാകുളം ഡിസ്ട്രിക്റ്റിലെത്തേക്കുള്ളത്. പിന്നെ അഗെയിൻ വന്നിട്ട് ഫസ്റ്റ് NCA-ST അറബിക്കിൽ തന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റ്. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കിൽ UPS 6th NCA-ST എറണാകുളം ഡിസ്ട്രിക്റ്റ്. പിന്നെ അതിനുശേഷം സർജന്റ് പാർട്ട് 2 ഓക്കെ ബൈ ട്രാൻസ്ഫർ വരുന്നതാണ്. ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് ഇവർ ചെയ്യുന്നത്. ബാലൻസ് 9 പേരുണ്ട്. അതത്രയും അന്നത്തെ ദിവസം തന്നെ ഇവർ കവർ ചെയ്യുന്നുണ്ടാവും. ദെൻ ഉച്ചവരെ ഉച്ചയ്ക്ക് ശേഷമാണ് 12th noon ഉച്ചവരെ ആകുമ്പോഴത്തേക്ക് ഏകദേശം കഴിയും. ഇവിടെ ഒരു 10 കുട്ടികളുണ്ട്, അത് കംപ്ലീറ്റ് ആവും. LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് NCA ഹിന്ദു നാടാറാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. ഓക്കെ, പിന്നെ 18 കഴിഞ്ഞു. ദെൻ വീൽ കമ്മിങ് ടു 19th 19-ാം തീയതി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ട്, മലയാളം മീഡിയം ഹൈസ്കൂളിലത്തേക്കാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെയാണ്. അതാണ് രണ്ട് സ്ലോട്ടിൽ 19-ാം തീയതി നടത്തുന്നത്. ഇനി വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിന്റെ ഡിസ്ട്രിക്ട് ഓഫീസിൽ 10, 11, 12 നമുക്ക് UP സ്കൂൾ ടീച്ചർ ആണ്, മലയാളം മീഡിയം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെത്തേക്കുള്ളത്. യു ക്യാൻ സീ ഹിയർ ഇറ്റ്സ് ദ സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 12-ാം തീയതി എത്തിയപ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവര്. 17-ാം തീയതി വി ഹാവ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS 7th NCA-ST തൃശ്ശൂരിലെത്തിക്കുള്ള. പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെ അറബിക് LPS തൃശ്ശൂർ ബൈ ട്രാൻസ്ഫർ ആണിത്. കാറ്റഗറി നമ്പേഴ്സ് നോട്ട് ചെയ്തോളാം. ഹൈസ്കൂൾ ടീച്ചർ അറബിക് 8th NCA വിശ്വകർമ്മ. പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ UPS 3rd NCA-SC പാലക്കാട് ഡിസ്ട്രിക്റ്റിലെത്തേക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെയും ഒക്കെ എല്ലാം ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് കാൻഡിഡേറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ 17-ാം തീയതി ഉള്ളത് ഹൈസ്കൂൾ ടീച്ചറാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെത്തേക്കുള്ളത്. അറ്റ് ഈസ് 8th NCA റിസർവേഷൻ വെച്ചിട്ട് ഈഴവ തീയ ബില്ലവയുടെ വരുന്നതാണ്. പിന്നെ ഫുൾ ടൈം വരുന്ന ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെ അറബിക്കിൽ LP സ്കൂൾ, പിന്നെ 3rd NCA-SC തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെത്തേക്കുള്ളത്. 19-ാം തീയതി ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ നമ്മൾ LPS ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവ
എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഇവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഡേറ്റ്സിലാണ് നിങ്ങളുടെ ഇന്റർവ്യൂസ് തുടങ്ങുന്നത്, കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളത് നേരത്തെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്നായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് അന്ന് ഒരു 7 days മുന്നേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നേരത്തെ വരാം, ബട്ട് ഏറ്റവും ലേറ്റ് ആകിയാലും വി വിൽ ഗെറ്റ് ടു നോ ബിഫോർ 1 week. പിന്നെ 24-25 വി ഹാവ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മലപ്പുറം ആൻഡ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മലപ്പുറം. ഇത് തന്നെയാണ് ഇവർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്കും. എഗെയിൻ പാർട്ട് ടൈം മാറി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മലപ്പുറമാണ് 25-ാം തീയതി ഫുള്ളായിട്ട് നടക്കുന്നത്. പിന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയും ഉണ്ട് അതിൻ്റെ കൂടെ. പാർട്ട് ടൈമിൻ്റെ കൂടെ ഫുൾ ടൈമും കൂടെ ഇവർ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്. എഗെയിൻ ആ ഫുൾ ടൈം ഹിന്ദിയുടെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെതും പാർട്ട് ടൈം ഹിന്ദി ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെതും 26-ാം തീയതി നടക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കമ്മിങ് ടു പാലക്കാട് 10, 11, 12 ദിവസങ്ങളിൽ UP സ്കൂൾ ടീച്ചറാണ് മലയാളം മീഡിയം പാലക്കാട് ഡിസ്ട്രിക്റ്റിലെത്തിക്കുള്ളത്. അവിടെ വെച്ചായിരിക്കും നടത്തുന്നത്. ഇത് ഡിസ്ട്രിക്ട് ഓഫീസാണ്. ഡിസ്ട്രിക്ട് ഓഫീസിൽ 24-ാം തീയതി നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മലപ്പുറം, നേരത്തെ നമ്മൾ നോക്കിയത്. അതിന്റെ ബാക്കി ഇവിടെ ഉണ്ട്, നടക്കുന്നുണ്ട്. പാർട്ട് ടൈമിന്റെയും ഫുൾ ടൈമിന്റെയും രണ്ടിന്റെയും ഉണ്ട്. 24th September. ഓക്കെ, പിന്നെ 25th September വരുമ്പോഴും എഗെയിൻ ഫുൾ ടൈം പാർട്ട് ടൈം ഹിന്ദിയുടെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ളത് യു ക്യാൻ സീ ഹിയർ. മാറി 25-ാം തീയതിയും 26-ാം തീയതി ഇവർ എടുക്കുന്നുണ്ട്. ദെൻ നേരെ മലപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ മലപ്പുറം എത്തുമ്പോഴത്തേക്കും 10th, 11th UP സ്കൂൾ ടീച്ചർ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ളതാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അത് 10th, 11th, ഓക്കെ 12th ഉണ്ട് അല്ലേ, 12-ാം തീയതി ഉണ്ട്. പിന്നെ 24-ാം തീയതി യു ക്യാൻ സി ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ഫസ്റ്റ് NCSC മലപ്പുറം ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ളത് 24 September 24-ന് വരുന്നുണ്ട്. ദെൻ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മലപ്പുറത്തേക്കുള്ളത് ബൈ ട്രാൻസ്ഫർ ഉള്ളതാണ്. ഇത് ഒരാളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഫുൾ ടൈം പാർട്ട് ടൈം ഹിന്ദി മലപ്പുറം ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ള ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെത് ഇവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് യു ക്യാൻ സി ഉച്ചയ്ക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ 25 നെക്സ്റ്റ് ഡേ 2 സ്ലോട്ടിലും ഇവർ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ 26-ന് ഇവർ കവർ ചെയ്യുന്നുണ്ട്, ബിക്കോസ് അന്നോടെ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ നമുക്ക് 10, 11, 12, 10, 11, 12 UP സ്കൂൾ ടീച്ചറുണ്ട് മലയാളം മീഡിയം ഫോർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. പിന്നെ വരുന്ന 24-ാം തീയതി നമുക്ക് സർജന്റ് ഉണ്ട്. September 24-ന് സർജന്റ് പാർട്ട് 1 മലപ്പുറത്തേക്കുള്ളതിന്റെ ഇന്റർവ്യൂ. പിന്നെ മലപ്പുറത്തേക്കുള്ള തന്നെ സർജന്റ് പാർട്ട് 2 ഇത് ബൈ ട്രാൻസ്ഫർ ആണ്, ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇന്റർവ്യൂസ് നടക്കും. ഇതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 25-ന്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നതാണ് 26-ന്. പിന്നെ ബാക്കി വന്ന ഹിന്ദിയിലെ തന്നെ ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഫോർ മലപ്പുറം എഗെയിൻ 26-ാം തീയതി ഇവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കമ്മിങ് ടു ഇതും ഡിസ്ട്രിക്ട് ഓഫീസ്, ഇത് റീജിയണൽ ഓഫീസായിരുന്നു കോഴിക്കോടുള്ള. നേരത്തെ പാലക്കാടായിരുന്നു, മലപ്പുറമായിരുന്നു. അതെ, പാലക്കാട് മലപ്പുറം. ദെൻ കോഴിക്കോടുള്ള അടുത്ത ഡിസ്ട്രിക്ട് ഓഫീസാണ്. അവിടെയും UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള 10, 11, 12 ദിവസങ്ങളിൽ എടുക്കുന്നുണ്ട്. 24-ാം തീയതി ഫുൾ ടൈം ഹിന്ദിയുടെ തന്നെ നമുക്ക് ബാക്കിയുണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഫുൾ ടൈം 24-ാം തീയതി, ഫുൾ ടൈം എഗെയിൻ 25-നും എടുക്കുന്നുണ്ട്. ഫുൾ ടൈം ഓക്കെ എഗെയിൻ 26-നും എടുക്കുന്നുണ്ട്. 26 വരെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് തീരുന്നത്. ഇനി വരുന്നത് വയനാട്. വയനാട് വന്നിട്ട് 10, 11 ഉള്ളൂ. 10-നും 11-നും UP സ്കൂൾ ടീച്ചർ മലയാളം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ള ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. ടോട്ടൽ 17x4 കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ അവിടത്തേക്ക്, കണ്ണൂർ ഡിസ്ട്രിക്ട്. അടുത്ത് കണ്ണൂരിലുള്ള KPSC ഡിസ്ട്രിക്ട് ഓഫീസിലെ 10, 11, 12 യു ക്യാൻ സി ഹിയർ UP സ്കൂൾ ടീച്ചർ മലയാളം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലത്തേക്കുള്ളത് നടക്കുന്നുണ്ട്. ഈ 3 ദിവസം കൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റും ആവുന്നുണ്ട് ഇന്റർവ്യൂസിന്റെ ഇത് ടോട്ടൽ ഇന്റർവ്യൂസ്. ഇനി വരുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ഡിസ്ട്രിക്ട് ഓഫീസിലെ 10, 11 UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെത്തിക്കുള്ളത് 12-ാം തീയതിയും സെയിം തന്നെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കണ്ണൂർ ഡിസ്ട്രിക്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇന്റർവ്യൂസ് ആണ് നമുക്ക് September 2025-ലേക്ക് ഓൾറെഡി
ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഇനി ഏതെങ്കിലും പുതിയത് ആഡ് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ്പോൺ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അവർ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് മിക്കവാറും സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇനി എന്തായാലും അതിന്റെ ഇന്റർവ്യൂ കാണത്തുള്ളൂ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും. വിത്ത് എനി അഡീഷണൽ നോട്ടിഫിക്കേഷനിലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.